ചൂടുകാലല്ലേ, നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് ഇത് ഉച്ച സമയത്തൊന്നും ഐസ് ക്യൂബ് വെക്കരുത് കേട്ടോ. രാവിലെ എണീറ്റിട്ടും രാത്രി കിടക്കണേക്കാട്ടി മുൻപൊക്കെ നമ്മൾ പറയില്ലേ രാവിലെ ചെടികൾക്ക് നനയ്ക്കണം അല്ലെങ്കിൽ വൈകിട്ട് ചെടികൾക്ക് നനയ്ക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഉച്ച സമയത്തൊന്നും പോയി മുഖത്ത് ഐസ് ക്യൂബൊന്നും വെക്കരുത്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുടെ ഇന്നലെ കുറച്ച് തിളപ്പിച്ചാറിയ പാല് ബാക്കിയുണ്ട്. അപ്പോൾ ഈ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഐസ് ക്യൂബ് ആക്കിയിട്ട്. ഇത് വാട്ടർമെലൻ ഒരു കഷ്ണം കട്ട് ചെയ്ത് അതും ഐസ് ക്യൂബ് ആക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് ഐസ് ക്യൂബാണ് കേട്ടോ. ഇത് വെച്ച് ഫേസ് റബ്ബ് ചെയ്യും. ഇത് നമ്മുടെ തക്കാളി നേരെ എടുത്തിട്ട് അങ്ങോട്ട് ഫ്രീസറിലേക്ക് വെച്ചു. അത് ഐസ് ക്യൂബ് പോലെ. അപ്പോൾ അതും പതുക്കെ ഫേസിൽ അങ്ങ് വെച്ച് കൊടുക്കാമല്ലോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കോഴിമുട്ട ബോയിൽ ചെയ്ത വാട്ടർ, അത് സൂപ്പറാണ്. അതും ഞാൻ കളഞ്ഞില്ല, ഐസ് ക്യൂബാക്കി വെച്ചു. അപ്പോൾ ഈ രാത്രി കിടക്കണേക്കാട്ടി മുന്നോ രാവിലെയോ ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് നന്നായിട്ട് മുഖം ഒന്ന് കംപ്രഷൻ കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ നോർമൽ വാട്ടർ എപ്പോഴും ശ്രദ്ധിക്കണം. ഡ്രിങ്കിങ് വാട്ടർ ആയിരിക്കണം കേട്ടോ. ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫേസ് വാഷിനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കും എടുക്കേണ്ടത്. ഫേസ് വാഷ് മീൻസ് ഇതുപോലെ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ തക്കാളി നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചത്. അപ്പോൾ ഈ തക്കാളി ഫുൾ ഐസ് ക്യൂബ് പോലെയാണ്. ഇത് വെച്ച് നമുക്ക് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വാട്ടർമെലൻ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം വെച്ച് നല്ല കംപ്രഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഐസ് ക്യൂബ്. അതുപോലെ തന്നെ ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഞാനിതൊന്നും ചെയ്യാറില്ല, എനിക്കിതെല്ലാം മടിയാണ്. എന്ത് ചെയ്യാറില്ല, ഈ കാര്യങ്ങളല്ല യൂട്യൂബിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടല് ഭയങ്കര മടിയാണ്. കാരണം പിന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഇത് സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു റിയൽ എക്സ്പീരിയൻസുള്ള എന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് നല്ല റെമഡീസ് തന്നുകൂടാ. അതുകൊണ്ടാണ് തീർച്ചയായും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സലൂണിൽ കുറേ കാര്യങ്ങളുണ്ട്, അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നൊരു കിടിലൻ സംഭവമാണ്. അതിനും പുറമെ ഒരു കിടിലൻ ഇതുണ്ട്. നമ്മുടെ എന്താ പറയുക, എല്ലാവരുടെയും സ്കിൻ നല്ല ഗ്ലോ, നമ്മൾ ഗ്ലൂട്ടോത്തിയോൺ ചെയ്യുന്നു, ABC ജ്യൂസ് കുടിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരുപാട് ടിപ്സുകളാണ് നമ്മുടെ കയ്യിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷഫീനാസിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. കാരണം കുറച്ച് പോസ്റ്റുകളൊക്കെ ഞാൻ ഇട്ട് തുടങ്ങാം. നല്ല മടിയുണ്ട് കേട്ടോ, തിരക്കുള്ളത് കൊണ്ടായിരിക്കാം മടിയുള്ളത്. പക്ഷെ എന്നാലും എൻ്റെ വ്യൂവേഴ്സിനെ ഞാൻ സങ്കടപ്പെടുത്തില്ല, മാക്സിമം റീച്ച് ഉണ്ടാക്കുക. ഓക്കെ, ബൈ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ ഞാൻ മറന്നുപോയി. എന്തിനെക്കുറിച്ചാണ് കൂടുതൽ വീഡിയോസ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ, നൈറ്റ് കെയർ ആണോ, ഡേ കെയർ ആണോ ഇഷ്ടം, ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം. അതിനൊക്കെ അനുസരിച്ചായിരിക്കും എൻ്റെ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്.